ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു പഴയ ജീൻസ് കൊണ്ട് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഒരു പഴയ ജീൻസ് നമ്മൾ എടുക്കണം. എന്നിട്ട് അതെന്താ രണ്ടായിട്ട് മടക്കിയിടണം. എന്നിട്ട് അതിൻ്റെ കാലത്തെ ഭാഗമുണ്ടല്ലോ, കാല് നമ്മൾ കിടുന്ന ഭാഗം അടിവശം, അതിൽ നിന്ന് 13 ഇഞ്ച് അളവിൽ നമ്മളതെടുത്ത് കട്ട് ചെയ്തെടുക്കണം. 2 പീസ് 13 ഇഞ്ച് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇതേപോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ എന്താണെന്നെ നടുക്കത്തെ ഭാഗം ഉണ്ടോ, അത് നമുക്ക് ഭയങ്കര കട്ടിയുള്ളതാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കട്ടി കാരണം. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. 2 പീസിൽ നമുക്കത് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ 2 പീസിൽ എന്നിട്ട് കണ്ട ഞാൻ പിടിച്ചിരിക്കുന്ന നടുഭാഗം കൊണ്ട് ആ നടുഭാഗത്തു നമ്മൾ തുണി എടുക്കണം. അപ്പോൾ ഒരു ഭാഗം വീതി കൂടുതലും മറ്റേ ഭാഗം വീതി കുറഞ്ഞും ഇരിക്കും. അത് നമുക്ക് സാരമില്ല. നമ്മൾ അളവെടുത്ത് ശരിക്കും കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നേരെ ആയിക്കോളും, അത് കുഴപ്പമില്ല. ഇതേപോലെ 2 പീസ് നമ്മൾ നടുക്ക് വെച്ച് നമ്മൾ മടക്കിയെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയെടുക്കുമ്പം അതിൻ്റെ അറ്റത്ത് 4 പീസായി മാറും. കണ്ടോ, 1 2 3 4 ഇതുപോലെ 4 പീസായിട്ടുണ്ട്. ഇത് നമുക്കിത് അടിയത്തെ ഭാഗത്തും നമുക്ക് 11 ഇഞ്ച് അളവിൽ അടയാളപ്പെടുത്തിയെടുക്കണം. ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഭാഗത്തുനിന്ന് 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കണം. ഇവിടുന്ന് 3.5 ഇഞ്ചാണ് കൈക്കുഴി, 3.5 ഇഞ്ച് എടുക്കണം. അതവിടെ നമുക്ക് 3 ഇഞ്ച് എടുക്കണം. നമ്മൾ 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കണം. നമുക്ക് ഇനി മണ്ണ് മാർക്ക് ചെയ്യാം. അത് നമുക്ക് 6 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് തയ്യൽ തുമ്പുള കൂട്ടി 7 ഇഞ്ച് നമുക്ക് അതെടുക്കാം. 7 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് വെക്കാം. ഇതിലെന്താ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ആ വരച്ച രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുണ്ട്, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ താഴത്തെ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് അളവിൽ എടുക്കണം. എന്നാൽ നമ്മളങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നേരെ ഇപ്പുറത്തെ ഭാഗത്ത് അവിടെ 2 ഇഞ്ച് അളവിലെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതേ രീതി തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും, കണ്ടല്ലോ. നമ്മൾ മുറിച്ച് വെച്ച ബാക്കി ജീൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഭാഗം എടുക്കണം. അതിൽ നമ്മൾ ഇതേപോലെ തയ്ച്ച നടുക്കത്തെ ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ എടുക്കണം. അതാകുമ്പോൾ നമുക്ക് ആ ഭാഗം തയ്ക്കേണ്ട ആവശ്യമില്ല, ഇപ്പുറത്തെ ഭാഗം തയ്ച്ചാൽ മതി. അതിനുവേണ്ടി ആ ഭാഗം എടുക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് 11.5 ഇഞ്ചിൽ അളവിൽ നമ്മൾ ആ ഭാഗം നീളത്തിലെടുക്കുന്നുണ്ട്. ആ സൈഡ് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ അവിടെ 1.5 ഇഞ്ച് അളവിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. 2 പീസസ് നീളത്തിൽ നമുക്ക് കട്ടെടുക്കാം. ഈ ജീൻസിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ എടുക്കണം. പിന്നെ അപ്പുറത്തെ കാല സൈഡിലുള്ള ആ സൈഡ് കൂടെ കൂട്ടി എടുക്കണം. അപ്പം ഇതിൻ്റെ 2 പീസസ് നമുക്ക് ഇതേപോലെ കിട്ടും. ഇവിടെ നമ്മൾ തയ്ച്ചുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത് നമ്മൾ അതേപോലെ തയ്ച്ചാൽ മതി. ഇനി നമുക്ക് ലൈനിങ് ആണ് ആവശ്യം. ഇതേപോലെ 2 ചെറിയ ലൈനിങ് എടുത്തിട്ടുണ്ട്. ചെറിയ തുണി മതി. നമുക്ക് ചെറിയ തുണി 2 ലൈനിങ് എടുക്കാം. അത് നമ്മൾ 2ആയിട്ട് മടക്കുന്നുണ്ട്. അപ്പം 4 പീസായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ നേരത്തെ വെട്ടിയെടുത്ത ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ജീൻസിൻ്റെ, അത് ഒരെണ്ണം എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച്
2 ഇഞ്ച് അളവിൽ മതി നമുക്ക്. 2 ഇഞ്ച് അളവിൽ നമുക്ക് എടുക്കണം. എന്നിട്ട് ഇതേപോലെ ആ ഷേപ്പിൽ തന്നെ നമുക്കതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെക്കാനായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത്രയും മതി. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗം കണ്ടോ, ആ ലാസ്റ്റത്തെ ആ ഭാഗം അത് നമുക്ക് ആ മടക്കി 2ആയിട്ട് മടക്കി അടിച്ചു കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 2 പീസസ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ 2 പീസ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശം എടുക്കണം. ഫ്രണ്ടിൽ വശത്ത് എടുക്കുന്ന തുണി എടുക്കണം. എന്നിട്ട് ആ തുണി എടുക്കുന്ന നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ വെക്കണം. നല്ല വശവും ഒരുമിച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ ആ കൈക്കുഴിയുടെ ഭാഗം കൊണ്ടോ അവിടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഇതുണ്ടോ, അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടണം. അതിന് മറിച്ചിടാനുള്ള നമ്മൾ ആ തുമ്പത്ത് നോക്കി തന്നെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കണം, അപ്പുറത്തും ഇപ്പുറത്തും. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. ഇതേപോലെ ഇരിക്കും തിരിച്ചിടുമ്പോൾ. നമുക്ക് ആ ഭാഗം ഇച്ചിരി കൂർത്തിടണം. അവിടെ നമുക്ക് കത്രി കൊണ്ട് മുന കൊണ്ട് നമ്മളിങ്ങനെ കൂർപ്പിച്ചെടുക്കുന്നുണ്ട്. 2 വശത്തും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ മേൽവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. അതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും. ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ട, തിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ബാക്ക് വശം സ്റ്റിച്ച് ചെയ്തെടുക്കുക തുണിയിൽ. അത് നമ്മൾ നേരത്തെ എടുത്ത ചെറിയൊരു പീസ് ഉണ്ടല്ലോ, വള്ളി, അത് നമുക്ക് തുണിയിൽ വള്ളി വെക്കാനായിട്ടുണ്ട്. അപ്പം അതിന് നമുക്കിത് അതിൻ്റെ ഒരു വശം എടുത്തിട്ട് ഇതേപോലെ മടക്കി അടിച്ചു കൊടുക്കണം. ഒരു വശം മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ട് വശമാണ്. ഇനി നമുക്ക് ബാക്ക് വശം സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ വള്ളി എടുക്കുന്നത്. നമുക്ക് ഇനി നമ്മൾ ഇതേപോലെ കണ്ടോ, ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 സൈഡും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുണ്ട്, ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിൽ 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്ക് വശമാണ്. ഇത് നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം.
അതിൽ നമ്മൾ ഇതിലൊരു പീസ് എടുക്കണം. എന്നിട്ട് അത് നമ്മളെന്താ അങ്ങനെ ഇടല്ല, ഇങ്ങനെ ഇടണം. ഇതേപോലെ ഇടണം. 2 പീസും ഇതേപോലെ ഇടണം. കണ്ടോ? എന്നിട്ട് ഇതിൻ്റെ മേളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും. രണ്ടാമത് വീണ്ടും അഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതേപോലെ വെക്കണം. നമ്മൾ കുറച്ച് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിക്കേണ്ടത് അവിടെ. കണ്ടോ? അത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശ്രദ്ധിക്കണം, ആദ്യമേ നല്ല വശം ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ ആ 2 പീസസിൽ അതിൻ്റെ പീസസ് വെക്കണം. അതിൻ്റെ മണ്ടയിൽ നമ്മൾ ലൈൻ തുണി വെക്കണം. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ആ ഭാഗത്ത് ഈ വള്ളിയിൽ സ്റ്റിച്ച് മുട്ടരുത്. അങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുണ്ട് മൊത്തം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് തിരിച്ചിടാൻ പറ്റുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. കുറച്ച് തപ്പലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ഫ്രണ്ട് വശം, അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് വശം. ഒരു ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ വരുമ്പോൾ കുത്തി നിർത്തണം. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പോകും. കുത്തി നിർത്തിയിട്ട് പിന്നെ നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തീർച്ചയായും വേണം. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒപ്പം നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്തും കൊടുക്കണം. ഇതുണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കുത്തി നിർത്തി. ഇനി നമുക്ക് ആ വശം കൂടി റൗണ്ടിൽ നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെയായിരിക്കും കണ്ടോ. അപ്പോൾ ആ വള്ളിയെല്ലാം ലൈനിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോയി നല്ല വൃത്തിക്കായിട്ട് ഇരിക്കും. ഇനി നമുക്ക് നല്ല വശം ചേർത്ത് വെച്ച് നമുക്കിനി 2 സൈഡ് നമുക്ക് അടിച്ചെടുക്കണം. അത് നമ്മൾ 2ആയിട്ട് നമ്മൾ മടക്കി എടുത്തിട്ട് അളവെടുക്കണം. നമ്മുടെ വണ്ണത്തിൻ്റെ ഞാൻ പറഞ്ഞ 6 ഇഞ്ചാണ് നമ്മൾ നേരത്തെ എടുത്തത്. നമ്മൾ 6 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യണം. നമ്മൾ 7 ഇഞ്ച് 1 ഇഞ്ച് കൂടെ കൂട്ടി എടുത്താൽ 7 ഇഞ്ച് അത് നമുക്ക് മറ്റേ തയ്യൽ തുമ്പായിരുന്നു. ഇത് നമ്മളത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് 3 വട്ടം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിനി അപ്പുറത്തെ സൈഡ് ചെയ്യാം. അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് 2ആയിട്ട് ഇതുപോലെ മടക്കി തുമ്പ് നമ്മൾ ഒരുമിച്ചാക്കിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗമില്ലേ അവിടെ നമ്മളിങ്ങനെ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അളവിൽ കിട്ടും. നമ്മൾ ടേപ്പ് കൊണ്ട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് താഴത്തെ ആ ഭാഗം കണ്ടോ, അവിടെ നമ്മൾ അണിഞ്ഞത്, അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇതേപോലെ ആ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കും. സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ജീൻസിൻ്റെ ഭാഗമുണ്ട്, ചെറിയൊരു പോക്കറ്റ് ഉണ്ട് അവിടെ കണ്ടോ, അത് നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം.
നമുക്കതിനകത്ത് വെച്ച് കൊടുക്കാം. നമുക്കിനി വേണമെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ എന്തൊക്കെ പരിപാടി ചെയ്യണമെങ്കിൽ നമുക്കതെല്ലാം ആ ഡ്രസ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം രീതിയിലുള്ള നമുക്ക് എങ്ങനെ വെക്കണം വെച്ചാൽ അതേപോലെ വെച്ച് കൊടുത്താൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്ത് ബട്ടൺസ് വെച്ച് കൊടുക്കണം. ഇത്രേ ഉള്ളൂ കാര്യം. ഇതുപോലെ രണ്ട് ഭാഗം ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ആ വള്ളി വെക്കുന്ന ഭാഗത്താണ് ഞാൻ ബട്ടൺസ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ബട്ടൺസിൻ്റെ ഹോളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അളവനുസരിച്ച് വെക്കാം. അതാണ് രണ്ട് ബട്ടൺസ് വെച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡ്രസ്സ്. ജീൻസാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കൂടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് തുടർന്ന് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടുപിടിക്കും.